Hi, I am Doctor and welcome to Talk Tonic. Everybody knows about this fruit, avocado അല്ലെങ്കിൽ butterfruit. But do you all know the health benefits of it? Let me talk about that today. To begin with, let me burst some myths and misunderstanding about having avocados. It will make you fat or it is fatty. It won't make you fat if you're having it in moderation. It is fatty, it is highly nutritious ആണ്, നല്ല calories അടങ്ങിയിട്ടുണ്ട്, filling ആണ് and healthy ആണ്. They will help you only in weight loss. No. It supports your brain, your skin, your muscles, your hair. It also has anti-inflammatory properties. Avocado വന്നിട്ട് ഒരു creamy textured ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ്. പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ it is highly nutritious. As I mentioned earlier, healthy fat ആണ് അവക്കാഡോസിനകത്ത് അടങ്ങിയിരിക്കുന്നത്. It has monosaturated fats. Oleic acid അവക്കാഡോസിൻ്റെ ഒരു കണ്ടന്റ് ആണ്. ഇറ്റ് ഈസ് ഗുഡ് ഫോർ യുവർ ഹാർട്ട്സ് ഹെൽത്ത്. LDL ലെവലിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ ആയിട്ടുള്ള HDL ഇൻക്രീസ് ചെയ്യാനായിട്ടും അവക്കാഡോസ് കഴിക്കുന്നത് നല്ലതാണ്. ഇറ്റ് ഈസ് റിച്ച് ഇൻ ഫൈബർ. അതുകൊണ്ട് തന്നെ ഇറ്റ് എയ്ഡ്സ് ഇൻ ഡൈജഷൻ, പ്രിവെൻറ്റ്സ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഓവറോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവക്കാഡോസ് നല്ലതാണ്. It has potassium more than bananas. It will control your blood pressure. അതുപോലെ തന്നെ മസിൽ ഫങ്ഷൻസിനെ എൻഹാൻസ് ചെയ്യാനായിട്ടും having avocados is a better option. Inflammatory properties in the case of arthritis-ന്റെ കാര്യത്തിൽ നമുക്ക് അവക്കാഡോസ് ഹെൽപ്ഫുൾ ആണ്. Then also it improves your skin and as well as hair. അവക്കാഡോസിനകത്ത് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ലൂസിൻ അടങ്ങിയിട്ടുണ്ട് which fights against aging. പിന്നെ അവക്കാഡോസിനകത്ത് ധാരാളമായിട്ട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. It has vitamin E for immunity as well as your സ്കിന്നിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്. Vitamin C again for immunity, vitamin K for your bone health, then vitamin B അടങ്ങിയിട്ടുണ്ട് for metabolism and also it provides energy. ഇനി നമുക്ക് അവക്കാഡോസിനെ എങ്ങനെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? സാലഡ്സ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്മൂത്തി ആയിട്ട് കഴിക്കാം. എഗെയിൻ ടോസ്റ്റിൻ്റെ കൂടെ നമുക്ക് അവക്കാഡോസ് കഴിക്കാവുന്നതാണ്. പിന്നെ ഒരു സംഭവം ഗ്വാക്കമോളി എന്ന് പറയും. ബേസിക്കലി ഒരു ചട്നിയാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അത്. സോ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഗ്വാക്കമോളി എങ്ങനെ ഉണ്ടാക്കണമെന്നും കൂടിയും പറയാം. ക്ലാസിക് ഗ്വാക്കമോളി ഉണ്ടാക്കുന്നത് യു ജസ്റ്റ് നീഡ് മാഷ്ഡ് അവക്കാഡോ, നല്ലപോലെ മാഷ് ചെയ്യുക. അതിനുശേഷം യു നീഡ് 1 cup ഓഫ് ടൊമാറ്റോ, പിന്നെ 1 cup ഓഫ് അനിയൻസ്, 1 tablespoon ഓഫ് ലെമൺ, പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഇത് വന്നിട്ട് നമുക്ക് ഇതിന് ഗ്വാക്കമോളി എന്ന് പറയും. ഇത് നമുക്ക് നമ്മുടെ ടോസ്റ്റിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. Hope this information helped you all. Thank you for watching. See you in the next video.